ഇനീഷ്യൽ എന്ന് വെച്ചാൽ ആദ്യമായി, പബ്ലിക് എന്ന് വെച്ചാൽ നമ്മളെപ്പോലെ സാധാരണക്കാർക്ക്, അതായത് എന്നെയും നിങ്ങളെയും പോലത്തെ സാധാരണക്കാർക്ക് നിങ്ങൾക്ക് ആ സൈക്കിൾ കമ്പനിയിൽ ഒരു ഓഹരി വാങ്ങിക്കാം. അതിലൊരു ഓഹരി, അതിന് സൈക്കിൾ കമ്പനി ഇപ്പോൾ ഒരു വാല്യൂ 5 കോടിയാണ്, അതിനെ ഒരു കുറേ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഓഹരിക്ക് ഒരു 10 രൂപ വെച്ചിട്ടോ അല്ല 20 രൂപയോ 100 രൂപയോ അതിന് എത്രയാണോ വില അതിനനുസരിച്ച് മുറിച്ചിട്ട് നിങ്ങൾക്ക് തരും. നിങ്ങൾക്കത് വാങ്ങിക്കാം. ആദ്യമായിട്ട് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകാർ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ലാഭം കിട്ടും. അവർ കുറച്ചും കൂടെ വാല്യൂഷൻ കൂട്ടിയിട്ടായിരിക്കും അതിൽ ലിസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ കമ്പനി വളരുന്നവർ അതിൻ്റെ ഷെയർ പ്രൈസ് കൂടും. അപ്പോൾ അത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓഹരി വിപണിയിൽ ആദ്യമായിട്ട് ലിസ്റ്റ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യുന്നതിനാണ് പറയുന്നത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്. അങ്ങനെ നമ്മുടെ സൈക്കിൾ കമ്പനി ഓഹരി വിപണിയിലേക്ക് വരുന്നു. സൈക്കിൾ കമ്പനിയുടെ പേര് ഇപ്പോൾ എൻ്റെ കമ്പനിയാണെങ്കിൽ യങ് ആൻഡ് സ്മാർട്ട് ഓഹരി വിപണിയിലേക്ക് വരുന്നു. നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് നമുക്ക് അതിൻ്റെ ഷെയർ വാങ്ങിക്കാം, ഓഹരി വാങ്ങിക്കാം. അത് വാങ്ങിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു മൊബൈൽ ആപ്പിൽ ഡിമാറ്റ് അക്കൗണ്ട് കൂടിയാണ്. ഇനി ആ ഓഹരി വിപണി ലിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓഹരി വിപണിയിൽ എന്ന് പറഞ്ഞാൽ 2 സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്ചേഞ്ചുകളുണ്ട് ഇന്ത്യയിൽ. മെയിനായിട്ടുള്ള 2 വലിയ എക്സ്ചേഞ്ചുകളുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ള അടുത്ത വീഡിയോയിൽ പഠിക്കും. അതുവരെ നമ്മുടെ ചാനൽ ലൈക്കും ഫോളോവും ഷെയറൊക്കെ ചെയ്ത് വെക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ട്രേഡിംഗ്, സ്റ്റേ പ്രോഫിറ്റബിൾ, ബൈ ബൈ.